നമസ്കാരം. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാവാണെന്ന്, അതായത് കോൺഗ്രസ് നേതാവാണെന്ന് സ്വയം ഉറപ്പിച്ചും അടുത്ത കേരള മുഖ്യമന്ത്രിയാണെന്ന് സ്വയം സങ്കല്പിച്ചും വിരാജിച്ചു വരികയായിരുന്ന വി.ഡി. നല്ലൊരു 8ന്റെ പണി കിട്ടിയിരിക്കുന്ന ഒരവസ്ഥയിലാണ്. പണി കൊടുത്തിരിക്കുന്നത് സാക്ഷാൽ രമേശ് ചെന്നിത്തലയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കോൺഗ്രസിൽ ആര് സംസ്ഥാന അധ്യക്ഷനാകണം എന്നത് മുതൽ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് അംഗത്വം കൊടുക്കാൻ അനുവാദം വാങ്ങേണ്ടുന്നത് വരെ ചെയ്യുന്ന സാക്ഷാൽ മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉറപ്പിച്ചുകൊണ്ടാണ് ചെന്നിത്തല കരുക്കൾ നീക്കുന്നത് അത്രേ. കോൺഗ്രസിലെ താക്കോൽ സ്ഥാനങ്ങൾ തീരുമാനിക്കുന്ന NSSും കൂടാതെ SNDPയും കൂടി കളത്തിലിറങ്ങിയതോടെ സംഭവം അങ്ങ് മുറുകിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തത് മുതൽ ലീഗിനോട് വലിയ ബഹുമാനമൊന്നും കാണിക്കാത്ത ആളാണ് വി.ഡി. സതീശൻ എന്ന് മുതിർന്ന ലീഗ് നേതാക്കൾക്കൊക്കെ ഒരു അഭിപ്രായമുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ സ്വീകരണ ചടങ്ങിലേക്ക് ലീഗ് നേതാക്കളെ വിളിക്കാതിരുന്ന സാഹചര്യം കൂടി വന്നതോടെ ഇത് പാരമ്യത്തിലെത്തി നിൽക്കുകയാണ്. ഇതിനേക്കാളൊക്കെ വലിയ അഭിപ്രായ ഭിന്നത മുനമ്പത്തെ വഖഫ് ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. എറണാകുളത്തെ പരമ്പരാഗത കോൺഗ്രസ് വോട്ട് ബാങ്കായ ലത്തീൻ കത്തോലിക്കരെ കൂടെ നിർത്താനും ഒപ്പം പ്രശ്നം നൈസായി സംസ്ഥാന സർക്കാരിന്റെ തലയിലേക്ക് വെക്കാനും വേണ്ടി മറ്റാരോടും ചർച്ച ചെയ്യാതെ വി.ഡി. സതീശൻ എടുത്ത നിലപാടുകളാണ് ലീഗിന് കൂടുതൽ കലിപ്പുണ്ടാക്കിയത്. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, ആലുവ MLA അൻവർ സാദത്തിനെ കൊണ്ട് മുനമ്പം ഭൂമി വഖഫ് ആണെന്ന് പറയുന്നത് അനിസ്ലാമികമാണ് എന്ന് വരെ വി.ഡി. സതീശൻ പ്രസ്താവിപ്പിച്ചു. ഇതിന് പ്രതികരണം തേടിയെത്തിയ മാധ്യമ പ്രവർത്തകരോട് പരസ്പരം തള്ളിയും ഏറ്റുപിടിച്ചുമൊക്കെ ലീഗ് നേതാക്കൾ തുടർച്ചയായി പ്രസ്താവന ഇറക്കേണ്ടി വന്നു. ഇത് പാർട്ടിക്ക് നാണക്കേടായി എന്നാണ് ലീഗ് കരുതുന്നത്. അത് സത്യമാണ് താനും. സമസ്തയിൽ പോലും വി.ഡിക്കെതിരെ ശക്തമായ അഭിപ്രായമുള്ള ആളുകൾ, പണ്ഡിതർ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയുള്ള ലീഗ് ചെന്നിത്തലയോ വി.ഡിയോ എന്ന ചോദ്യം വന്നാൽ ആർക്കൊപ്പം നിൽക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. കുറെ യുവനേതാക്കളെ കൂടെ നിർത്തിയും മാധ്യമ PR ടീമിന്റെ കരുത്തിലും അറുമാദിച്ചു നിന്നിരുന്ന വി.ഡി. സതീശൻ അപ്പുറത്തുള്ളത് സാക്ഷാൽ രമേശ് ചെന്നിത്തലയാണ് എന്ന കാര്യം മറന്നു. രാഷ്ട്രീയ ചാണക്യനായ സാക്ഷാൽ ലീഡർ K. കരുണാകരന്റെ കളരി മുതൽ അങ്ങ് ഡൽഹിയിൽ ഗോസായിമാരുടെ ഇടയിലും കളിച്ചും പഠിച്ചും, അതായത് കൊണ്ടും കൊടുത്തുമൊക്കെ വളർന്ന രമേശ് ചെന്നിത്തല സൗമ്യനായൊക്കെ നിൽക്കാനും ഒപ്പം രാഷ്ട്രീയ കരുനീക്കം നടത്താനും ഒരുപോലെ മിടുക്കുള്ള ചെന്നിത്തല ലീഗിനെ മാത്രമല്ല SNDPയെയും NSSനെയും ഒപ്പം നിർത്തി നീട്ടിയെറിയാൻ രമേശിയെ പ്രത്യേകിച്ചാരും പഠിപ്പിക്കേണ്ടതില്ലല്ലോ. NSS സ്ഥാപകനായ മന്നത്ത് പത്മനാഭന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു സുപ്രധാന പരിപാടിയാണ് ഈ മന്നം ജയന്തി ആഘോഷം. അതിലേക്ക് മുഖ്യ പ്രഭാഷണം നടത്താൻ NSS ചെന്നിത്തലയെ ക്ഷണിച്ചു. ഇത് കൃത്യമായ സൂചനയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഭൂരിപക്ഷം ലഭിച്ചാൽ ആരാണ് താക്കോൽ സ്ഥാനത്തിരിക്കുക എന്നതിന്റെ ഒരു ശക്തമായ സൂചന. SNDP യോഗവും കൃത്യമായ സമയത്ത് തട്ടിൽ കയറി അവർക്കുള്ള ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വി.ഡി. സതീശനെ പരസ്യമായി വിമർശിച്ചു. പക്വതയില്ലാത്തവനെന്ന് മുദ്രകുത്തി, വിദ്വേഷം വളർത്തുന്നവനെന്ന് ആരോപിച്ചു. ഒപ്പം ചെന്നിത്തലയെ പരിചയ സമ്പത്തും പക്വതയുമൊക്കെയുള്ള നേതാവായി പ്രശംസിച്ചു. 2 പ്രബല ഹിന്ദു സമുദായ സംഘടനകളും ഒപ്പം മുസ്ലിം ലീഗും കൃത്യമായ സൂചനകൾ നൽകിയിരിക്കുന്നു. NSSന്റെ ചെന്നിത്തലയ്ക്കുള്ള ക്ഷണവും വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായവും ഒക്കെ പോസിറ്റീവായി എടുത്ത് വി.ഡി. സതീശൻ പരസ്യ പ്രസ്താവന നടത്തിയെങ്കിലും ഉള്ളം നീറുന്നുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. ഒടുവിൽ മൈ ഡിയർ സതീശനെ ഒന്ന് കൊട്ടിക്കൊണ്ട് സാക്ഷാൽ കണ്ണൂർ സിംഹം K. സുധാകരൻ ജിയും രംഗത്ത് വന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ തെറ്റില്ല, രമേശിന് മുഖ്യമന്ത്രിയാകാൻ അയോഗ്യതയില്ല എന്നാണ് KPCC പ്രസിഡന്റിന്റെ ഡയലോഗ്. സതീശൻ ജിയും സുധാകരൻ ജിയും തമ്മിലുള്ള സൗഹൃദം ഒരു പരസ്യമായ രഹസ്യമാണല്ലോ. എന്തായാലും 15 കൊല്ലമായി കേന്ദ്രത്തിൽ അധികാരമില്ല, 10 വർഷമായി കേരളത്തിലും അധികാരമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പലതും മോഹിച്ച് കുപ്പായം തുന്നിയിരിക്കുന്നവരിൽ സാക്ഷാൽ രാഹുൽ ജിയുടെ ഉപദേശകനായ ദേശീയ നേതാവ് മുതൽ പഞ്ചായത്ത് മെമ്പർമാർ വരെ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇതൊക്കെ നടക്കണമെങ്കിൽ അടുത്ത തവണയെങ്കിലും ഇലക്ഷനിൽ ഒന്ന് ജയിക്കണം. അതാണ് പ്രധാന പോയിന്റ്. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിന് വേണ്ടി ഇതേ നേതാക്കൾ അടിപിടി കൂടുന്നത് കാണേണ്ടി വരും എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.
വാർത്താനെക്സസിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ എല്ലാ വീഡിയോകളും യഥാസമയം കാണാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.